അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസയുടെ വിജയങ്ങളിൽ നിർണായക പങ്കുവഹിച്ച പ്രതിഭാശാലിയായ ഗണിതശാസ്ത്രജ്ഞയായിരുന്നു കാതറിൻ ജോൺസൺ. 1918 വെസ്റ്റ് വിർജീനിയയിൽ ജനിച്ച അവർ കറുത്ത വർഗ്ഗക്കാരിയായ ഒരു വനിത എന്ന നിലയിൽ അക്കാലത്തെ വർണ്ണവിവേചനങ്ങളെയും ലിംഗവിവേചനങ്ങളെയും അതിജീവിച്ചാണ് തന്റെ കഴിവ് തെളിയിച്ചത്. ചെറുപ്പം മുതലേ ഗണിതത്തിൽ അസാമാന്യ പ്രതിഭ കാണിച്ച കാതറിൻ വെർജീനിയ സ്റ്റേറ്റ് കോളേജിൽ നിന്ന് ബിരുദം നേടി. പിന്നീട് 1953 നാസയുടെ മുൻഗാമിയായിരുന്ന നാഷണൽ അഡ്വൈസറി കമ്മിറ്റി ഫോർ എയറോനോട്ടിക്സിൽ കമ്പ്യൂട്ടറായി ജോലിക്ക് പ്രവേശിച്ചു. അക്കാലത്ത് സങ്കീർണമായ ഗണിതശാസ്ത്ര കണക്കുകൂട്ടലുകൾ കൈകൊണ്ട് ചെയ്യുന്നവരെയാണ് കമ്പ്യൂട്ടറുകൾ എന്ന് വിളിച്ചിരുന്നത്. അമേരിക്കയുടെ ആദ്യത്തെ ബഹിരാകാശ യാത്രകളിലും ചാന്ദ്ര ദൗത്യങ്ങളിലും കാതറിൻ ജോൺസന്റെ കണക്കുകൂട്ടലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ജോൺ ഗ്ലെൻ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ച ആദ്യ അമേരിക്കക്കാരനായപ്പോൾ അദ്ദേഹത്തിന്റെ ബഹിരാകാശ പേടകത്തിന്റെ സഞ്ചാരപാത നിർണയിച്ചത് കാതറിന്റെ കൃത്യമായ കണക്കുകൂട്ടലുകളായിരുന്നു. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയ അപ്പോളോ 11 ദൗത്യത്തിലും അവരുടെ സംഭാവനകൾ നിർണായകമായിരുന്നു. മനുഷ്യ കമ്പ്യൂട്ടർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാതറിൻ ജോൺസൺ അസാമാന്യമായ തന്റെ കഴിവുകളിലൂടെ ബഹിരാകാശ ശാസ്ത്രത്തിന് നൽകിയ സംഭാവനകൾക്ക് 2015 പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ബഹുമതി ലഭിച്ചു. 2020 തന്റെ 101 വയസ്സിൽ അവർ അന്തരിച്ചു.